ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങൾ കാണുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോഴാണ് സംയമനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. കായംകുളത്ത് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി 2 കാലമില്ലാത്ത ഭിന്നശേഷിക്കാരനായ അജിമോനെ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ അതിനും ന്യായീകരണം പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി. ഈ നവകേരള സദസ്സിലൂടെ കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റിയ ആളാണ് മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും നിരവധി MP-മാരും എല്ലാം പങ്കെടുത്ത MLA-മാരും പങ്കെടുത്ത സ്റ്റേജിലേക്ക് ജലപീരങ്കി പ്രയോഗം നടത്തുകയും ഗ്രാനേഡ് ഏറ്റവും ശക്തിയുള്ള ഗ്രാനേഡ് വലിച്ചെറിഞ്ഞ് അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ സംയമനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ യുക്തിബോധത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. യുക്തിബോധത്തെ ചോദ്യം ചെയ്യാം. മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരമാണ് ഇപ്പോൾ DYFI-ക്കാർ കേരളത്തിൽ എന്താണ് ചെയ്യുന്നത്? ചാലക്കുടിയിൽ ഒരു DYFI നേതാവ് പോലീസ് ജീപ്പിൽ ചാടിക്കയറി SI ഇരിക്കുന്ന ജീപ്പ് തല്ലി തകർത്തു. എന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത പോലീസുകാരിൽ നിന്നും ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വന്ന് പോലീസ് നോക്കി നിൽക്കെ ഈ പ്രതിയെ മോചിപ്പിച്ചു കൊണ്ടുപോയി. ചാലക്കുടി SIയെ റോട്ടിലിട്ട് പട്ടിയെ പോലെ തല്ലിച്ചതയ്ക്കും എന്ന് SFI നേതാവ് പ്രസംഗിച്ചിട്ട് അവനെതിരായി നടപടിയെടുത്തില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ബാരിക്കേഡിൽ കയറി പോലീസുകാരനെ അസഭ്യവർഷം നടത്തിയപ്പോൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അസഭ്യവർഷം SF സംസ്ഥാന സെക്രട്ടറി നടത്തിയപ്പോൾ അത് നോക്കി നിന്ന് അവരെ ചേർത്ത് പിടിച്ച് ലാളിച്ച് കൊണ്ടുപോയത് നമ്മൾ കണ്ടു. കരയില്ലേ മോളെ, കരയില്ലേ മോനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് SFI നേതാക്കളെ പോലീസ് കൊണ്ടുപോയത്. ആ അവസരത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ അപായപ്പെടുത്താൻ വേണ്ടി ഗ്രാനേഡ് പൊട്ടിക്കുകയും ജലപീരങ്കി അടിക്കുകയും ചെയ്ത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത രീതിയിൽ നേതാക്കളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. ഇതിൻ്റെ എല്ലാം പുറകിൽ മുഖ്യമന്ത്രി നവകേരള സദസ്സിൻ്റെ ദയനീയമായ പരാജയമാണ് മുഖ്യമന്ത്രി ഇത് ചെയ്യുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അവസാനത്തെ ദിവസം 44ാമത്തെ ദിവസം ഹർത്താൽ നടത്താൻ ഞങ്ങൾക്ക് UDF-ന് പദ്ധതി ഉണ്ടായിരുന്നു. അദ്ദേഹം അറിഞ്ഞതാണെന്ന് പറഞ്ഞു. എവിടെ നിന്നാണെന്ന് അറിഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല ഇന്നലെ ഹർത്താൽ നടത്താൻ. ഇന്നലെ ഞങ്ങൾ DGP ഓഫീസ് മാർച്ച് എത്രയോ ദിവസം മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്താണ്. ഇദ്ദേഹത്തിന് ഭയമാണ്, ഭീരുവാണ്. രാത്രി കിടക്കുമ്പോൾ സ്വപ്നം കണ്ടതാണ് അവസാനത്തെ ദിവസം ഞങ്ങൾ ഹർത്താൽ നടത്താൻ തീരുമാനിച്ചു എന്ന്. ഞങ്ങൾ തീരുമാനിക്കാത്ത കാര്യം മുഖ്യമന്ത്രി എങ്ങനെയാണ് അറിയുന്നത്? ഇതാണ് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ കൂടി കിട്ടുന്ന ഇന്റലിജൻസ് വിവരങ്ങളെങ്കിൽ മുഖ്യമന്ത്രി എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെടുന്ന വ്യക്തിയാണ്, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാവും. ഞങ്ങളുടെ ഒരു ഘട്ടത്തിലും ഈ 44 ദിവസത്തിൽ ഒരു ഘട്ടത്തിലും ഇന്നലെ ഞങ്ങൾ ഹർത്താൽ നടത്താൻ കോൺഗ്രസോ UDF-ഓ ഏതെങ്കിലും യുവജന വിദ്യാർത്ഥി സംഘടനകളോ ഒരിക്കൽ പോലും ആലോചിച്ചിട്ട് പോലുമില്ല. മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയെന്നാണ്. ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് വിവരം കിട്ടുന്നത്? എവിടെ നിന്നാണ് വിവരം കിട്ടുന്നത്? കേരളത്തിലെ ഖജനാവ് മുഴുവൻ താഴിട്ട് പൂട്ടിയിട്ടാണ് ഇവർ 44 ദിവസം ഈ പരിപാടി മുഴുവൻ നടത്തിയത്. കേരളത്തിൽ ഒരു പഞ്ചായത്ത് പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ ആ പുല്ല് വെട്ടിയതിൻ്റെ കാശ് കൊടുക്കാൻ ബില്ല് പാസ്സാവില്ല. ട്രഷറിയിൽ ഒരു ഓട പണിയാനുള്ള കാശ് ഈ സർക്കാരിനില്ല. എല്ലാ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും പൂർണ്ണമായ തോതിൽ സ്തംഭിപ്പിച്ചിട്ടാണ് ഭരണസിരാകേന്ദ്രത്തെ ഭരണസ്തംഭനത്തിലാക്കി 44 ദിവസം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ആർഭാട സദസ്സും ഈ അശ്ലീല നാടകവും നടത്തിയത്. ഇപ്പോൾ എതിർക്കുന്നവരെ മുഴുവൻ കുറ്റപ്പെടുത്തുകയാണ്. 86 വയസ്സുള്ള വന്ധ്യവയോധികയായ മറിയ ചേടത്തി തുള്ളുകയാണെന്നാണ് മന്ത്രിമാർ പറയുന്നത്. മന്ത്രിമാരുടെ ശത്രുവാണ് മറിയ ചേടത്തി. അവരെന്താ ചെയ്തത്? അവർക്ക് 5 മാസം പെൻഷൻ കിട്ടാതായപ്പോൾ അവർ പിച്ചച്ചട്ടിയുമായി മരുന്ന് മേടിക്കാൻ തെരുവിലിറങ്ങി. പലർക്കും ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഇറങ്ങാനുള്ള അഭിമാനബോധമാണ് പലരെയും സമ്മതിപ്പിക്കാത്തത്. അത്രയും വലിയ ദുരന്തത്തിലാണ് കേരളം എത്തി നിൽക്കുന്നത്. ഇപ്പം DYFI-ക്കാരെ ഞങ്ങളെ തല്ലിക്കൊല്ലാൻ ആഹ്വാനം ചെയ്തിട്ട് അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി. കേരളം ഇപ്പോൾ കലാപഭൂമിയാക്കി. 33 വർഷക്കാലം ബംഗാൾ ഭരിച്ചപ്പോൾ ബംഗാളിൻ്റെ CPM ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തെക്കുറിച്ച് വിശേഷിപ്പിക്കപ്പെട്ടത് ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റ് എന്നാണ്, ഗുണ്ടകളുടെ നാടെന്നാണ്. കേരളത്തിലെ CPM-ന്റെ അവസാന കാലഘട്ടം ഗുണ്ടകളുടെ നാടായി മാറുകയാണ്.
ഈ നവകേരള സദസ്സിൽ മുഴുവൻ ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടമായിരുന്നു. ക്രിമിനലുകളായിരുന്നു. ലഹരി മാഫിയ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള നാട്ടിലെ അറിയപ്പെടുന്ന ക്രിമിനലുകളാണ് അഴിഞ്ഞാടിയത്. പോലീസിംഗ് എന്ന് പറയുന്നത് തകർന്നു. പോലീസിനെ നോക്കുകുത്തിയാക്കി ഡിവൈഎഫ്ഐക്കാർ വെല്ലുവിളിക്കുകയാണ്. പോലീസുകാരുടെ തെറിയഭിഷേകം നടത്തിയാണ് പോലീസുകാർക്ക് നേരെ. എന്നിട്ട് അവരെ ലാളിച്ച് തോളലെടുത്തുകൊണ്ടാണ് പോലീസ് പോകുന്നത്. പോലീസിന്റെ മുമ്പിൽ വെച്ച് SI സഞ്ചരിച്ചിരുന്ന വാഹനം ജീപ്പിന് മീതെ കയറി ഇരുമ്പ് വടി വെച്ച് തല്ലി തകർത്തിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് പിന്നെ പോലീസ്? എന്തിനാണ് പോലീസ്? പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഗൂഢസംഘം മരുമോൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. അതാണ് പോലീസ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ നിലയിൽ കേരളത്തിലെ പോലീസിംഗ് എത്തി. പോലീസിംഗ് കേരളത്തിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു. പാർട്ടിയുടെ ക്രിമിനലുകളാണ് കേരളത്തിലെ ക്രമസമാധാനം കയ്യിലെടുത്തുകൊണ്ട് അഴിഞ്ഞാടുന്നത്.